പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു വ്യവസായത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാണോ നിങ്ങൾ? എങ്കിൽ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളം നേടാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ മുമ്പിൽ ഒരു വലിയ ഇൻഡസ്ട്രി തന്നെ നിങ്ങളെ മുമ്പിലുണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൂറ്റൻ ഇൻഡസ്ട്രികളിൽ ഒന്നാണ് ആഡംബര ഉല്ലാസ കപ്പൽ വ്യവസായം. അതിൽ സാധാരണ ബിടെക്കുകാരുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ ടെക്നിക്കൽ നോട്ടിക്കൽ സയൻസ് അവരുടെ ഒന്നും കരിയറിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ ഒരു ബിരുദം നേടിക്കഴിഞ്ഞാൽ ഇവർക്ക് അതിലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വിവിധ തരത്തിലുള്ള ജോലികളുണ്ട്. കഴിഞ്ഞ വർഷം 2024 35 മില്യൺ ആൾക്കാരാണ് ആഡംബര കപ്പൽ ഉപയോഗിച്ചത്. അതൊരു ഉല്ലാസ കപ്പലാണ്. ഉല്ലാസ കപ്പലിൽ 1, 2, 3 മാസം കപ്പലിൽ ലോകം മുഴുവനും സഞ്ചരിക്കുക, അല്ലെങ്കിൽ കരീബിയൻ ഐലൻഡ്സ്, അല്ലെങ്കിൽ യൂറോപ്പ്, അല്ലെങ്കിൽ അറ്റ്ലാന്റിക്, പസഫിക്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇങ്ങനെ ലോകത്ത് മുഴുവനും സഞ്ചരിക്കുന്ന 100 കണക്കിന് ഉല്ലാസ കപ്പലുണ്ട്. ഓരോ കപ്പലിലും 8-9 നിലകളുണ്ട്. സാധാരണ നമുക്കൊക്കെ അറിയാം, ഐക്കൺ ഓഫ് ദി സീസ് എന്നൊക്കെ പറഞ്ഞാൽ 3500 പാസഞ്ചേഴ്സാണ്. 3500 പാസഞ്ചേഴ്സ് ഉള്ള ഒരു ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്ന ഒരു ഒഴുകുന്ന ഒരു കൊട്ടാരം എന്ന് പോലും പറയത്തില്ല, അതിനേക്കാളൊക്കെ വലുതാണ്. ഒഴുകുന്ന കൊട്ടാരത്തിൽ 1000-ഓളം ജീവനക്കാർ കാണും. അതിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു 250-300 ജീവനക്കാരാണ്. അവർക്കെല്ലാം തന്നെ തുടക്കം ലക്ഷങ്ങളാണ്. നമ്മൾ അതിൻ്റെ ജോലികളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ആഡംബര ഉല്ലാസ കപ്പലുകൾ വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും കൂറ്റൻ വ്യവസായങ്ങളിൽ ഒന്നാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. അതിൽ എന്തൊക്കെയാണ് ജോലികൾ? ഒരുപാട് ജോലികളുണ്ട്. നമുക്ക് പലപ്പോഴും മലയാളി കുട്ടികൾക്ക് അപരിചിതമാണ് ഈ മേഖല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സാധാരണ ബിഗിനിങ്ങിൽ ഇവരെല്ലാം തന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജേഴ്സായിട്ടായിരിക്കും കയറുന്നത്. മിക്കവാറും ലക്ഷറി ഹോട്ടലിലെ പോലെ തന്നെ ആഡംബര കപ്പലിൽ 8 നിലയുണ്ടെങ്കിൽ 8 നിലയിലും ഫ്രണ്ട് ഓഫീസ് മാനേജേഴ്സ് വേണം. അതിൽ തന്നെ പല ഉപഫ്ലോർ കാണും. അവിടെയെല്ലാം തന്നെ ഒത്തിരി പോസ്റ്റുകൾ ഇവർക്കുണ്ട്. ഒരു പോസ്റ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മാനേജർ, ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റില്ല, കാരണം 3500 പേർക്ക് എത്ര റെസ്റ്റോറൻറ്റ് ഒരു ആഡംബര കപ്പലുണ്ടാവും നമ്മൾ യൂട്യൂബിൽ കാണുന്നതാണല്ലോ. അപ്പോൾ അതിൽ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് മാനേജർ ആൻഡ് ഹോട്ടൽ മാനേജർ, അക്കോമഡേഷൻ മാനേജേഴ്സ്, ക്യാബിൻ സേഫ്റ്റി മാനേജർ, ക്യാബിൻ മാനേജർ എന്നും പറയും. അതുപോലെ എൻ്റർടൈൻമെൻറ്റ് മാനേജർ, ഒരു ദിവസം എന്തൊക്കെയാണ് അവർക്ക് ഉല്ലാസത്തിന് വേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കുന്നത്, അത് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ ശമ്പളം മുഴുവൻ നിശ്ചയിക്കുന്നത് ഈ വിഭാഗമാണ് എൻ്റർടൈൻമെൻറ്റ് മാനേജേഴ്സ്. അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മാനേജേഴ്സ്, ഈവൻറ്റ് മാനേജേഴ്സ്, ഈവൻറ്റ് പ്ലാനർ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ടോപ്പിലെത്തുകയാണ്. പിന്നെ അസിസ്റ്റൻ്റ് മാനേജർ ആൻഡ് മാനേജേഴ്സ്. ഇങ്ങനെ വിവിധ ശ്രേണിയിലെ ധാരാളം ജോലികൾ അംബിഷ്യസ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തീർച്ചയായിട്ടും തുറന്നു കിടക്കണം. ലോകത്ത് മുഴുവനും അത്രമാത്രം പൊട്ടൻഷ്യലുള്ള, അത്രമാത്രം ഡോളർ കൊയ്യുന്ന ഒരു വ്യവസായമാണ്. അതിൻ്റെ ഭാഗമാകുന്നുണ്ട് നമ്മുടെ മലയാളി കുട്ടികളെന്ന് കൂടി നമ്മൾ അറിയണം. ഒരുപാട് പേര് ഇപ്പോഴതിൽ പ്രവേശിക്കുന്നുണ്ട്. എല്ലാ വർഷവും കൊച്ചിയിൽ പല തവണയായിട്ട് ഈ ഉല്ലാസ ആഡംബര കപ്പലിലേക്ക്, ക്രൂസർ ഷിപ്സ് വ്യവസായത്തിലേക്ക് അതിലെ കമ്പനികൾ, അതിലെ പ്രമുഖ ബ്രാൻഡ്സ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ സാധാരണ റോയൽ കരീബിയൻ കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഐക്കൺ ഓഫ് ദി സീസൊക്കെ റോയൽ കരീബിയൻ എന്നുള്ള 100 കണക്കിന് ഷിപ്പുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ MSC, നമ്മളെ വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ നമ്മൾ MSC ഷിപ്പ്, പിന്നെ കണ്ടെയ്നർ ഷിപ്പ് വരാൻ തുടങ്ങി. പക്ഷേ കണ്ടെയ്നർ ഷിപ്സ് മാത്രമല്ല, അവർക്ക് ഉല്ലാസ ആഡംബര ക്രൂസർ ഷിപ്സ് കൂടി ഉണ്ടെന്ന് കൂടി അറിയുക. അതുപോലെ തന്നെ ഡിസ്നി ക്രൂസർ ലൈൻ, വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ഒരു ഉപകമ്പനിയാണത്. അതിലും അങ്ങനെ ഒത്തിരി കമ്പനികൾ, ഹോളണ്ട് ആസ്ഥാനമാക്കിയുള്ളത്, ഹോങ്കോങ് ആസ്ഥാനമാക്കിയുള്ളത്, പിന്നെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയുള്ളത്, അങ്ങനെ ധാരാളം
ക്രൂസർ ഷിപ്പ് കമ്പനിയിൽ കരീബിയൻ ഐലൻഡ്സിൽ പ്രധാനപ്പെട്ട വ്യവസായം തന്നെ ക്രൂസർ ഷിപ്പ് വ്യവസായമാണ്. അപ്പം ഇത് ലോകത്ത് മുഴുവൻ ആൾക്കാർ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ നമ്മൾ കയറിപ്പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ കയറിപ്പറ്റണമെങ്കിൽ നമ്മൾ വളരെ ഒരു പ്ലാൻ മാത്രം മതി. ആ പ്ലാൻ +2 കഴിഞ്ഞിട്ട് നമ്മളൊരു സർക്കാർ നടത്തുന്ന JEE ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്നുള്ള BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള 3 വർഷത്തെ കോഴ്സോ, അല്ലെങ്കിൽ അത് കിട്ടാത്ത ഒരുപാട് പേര് കാണുമല്ലോ. അതിലൊരു 12,000-ഓളം സീറ്റുകളേ ഉള്ളൂ ഇന്ത്യയിൽ ആകമാനം. അത് കിട്ടാതെ ഒരു 30,000-ലധികം പേര് BHM എന്നുള്ള ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ള 4 വർഷത്തെ കോഴ്സുകൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതെല്ലാം തന്നെ വിവിധ യൂണിവേഴ്സിറ്റികൾ, നമ്മളെ കേരള യൂണിവേഴ്സിറ്റി, AMG യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, മദ്രാസ് യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നേരത്തെയുള്ള BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ഒരു പക്ഷേ അതിൻ്റെ എൻട്രൻസ് എഴുതാൻ കഴിയാത്തവർക്ക് ഇതിൽ BHM വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന വളരെ കുറച്ച് കോളേജ്, കേരളത്തിൽ 20ഓളം കോളേജുകൾ മാത്രമേ ഉള്ളൂ, അവിടെ നിങ്ങൾക്ക് പ്രവേശനം നേടാം. അങ്ങനെ പ്രവേശനം നേടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി, ഇൻഫ്രാസ്ട്രക്ചർ, ഹോട്ടൽ മാനേജ്മെൻറ്റ് മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും അവിടെ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്ലേസ്മെൻറ്റ് ഡയറക്റ്റായിട്ട് ഉല്ലാസ ആഡംബര കപ്പലിലേക്ക് കിട്ടുന്നത് കുറച്ച് പേർക്കായിരിക്കും. പക്ഷേ അതുവരെ അവർക്ക് ലക്ഷറി ഹോട്ടൽസിൽ, 5 സ്റ്റാർ ഹോട്ടൽസിൽ, ചിലപ്പം എയർലൈൻസ് കമ്പനിയിൽ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ടും കാറ്ററിംഗ് മാനേജറായിട്ടും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ അതിലിരിക്കുമ്പോഴേ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ഈ ക്രൂസർ ഷിപ്പിലെ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാം. കിട്ടുന്നത് ആദ്യത്തെ ശമ്പളം തന്നെ ബിഗിനിങ് തന്നെ 2 ലക്ഷത്തിന് മുകളിലാണ് ബേസിക്കായിട്ട് കയറുന്നവരുടെ സാലറി. പിന്നെ ഉയർന്ന സാലറി പോവും. താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണ സൗകര്യവും ഈ ആഡംബര കപ്പലിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആവശ്യം നമുക്ക് ഈ ബിസിനസ്, ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഒരു ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നിങ്ങളെ പരിശീലനത്തിൽ കൂടി നിങ്ങളെ സ്മാർട്ട്നെസ് വർദ്ധിപ്പിക്കും, നിങ്ങളെ പ്രൊഫഷൻസി ഓഫ് ഇംഗ്ലീഷ് വർദ്ധിപ്പിക്കും, ഒരു ഫോറിൻ ലാംഗ്വേജും കൂടെ നിങ്ങൾ പഠിക്കും. ഉറപ്പായിട്ട് മിക്ക ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കും, അല്ലെങ്കിൽ അവർ അല്ലാതെ പഠിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലോബൽ കരിയറിൻ്റെ ഭാഗമാകാനായിട്ടുള്ള എല്ലാ സോഫ്റ്റ് സ്കിൽസും അവർ നിങ്ങളെ പരിശീലിപ്പിക്കും. അതാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ പറയുമ്പോൾ നമ്മളെ കുട്ടികൾ വിചാരിക്കുന്നത് ഇത് സാധാരണ ഒരു ഹോട്ടൽ ജോലിക്ക് അല്ല. ഇത് ഹോട്ടൽ ജോലിയല്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡംബര കപ്പൽ വ്യവസായം കോടികൾ കൊയ്യുന്ന വ്യവസായമാണ്. ഇപ്പം നമ്മളെ നാട്ടിലും പണം ഉള്ളവർ ആഡംബര കപ്പൽ ഉല്ലാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പഴയതുപോലല്ല. പഴയ യാത്രകളൊക്കെ ചൈന കാണാനും, അതുപോലെ തന്നെ മലേഷ്യ ട്രിപ്പും, സിംഗപ്പൂർ ട്രിപ്പും, അതുപോലെ തന്നെ ദുബായ് ട്രിപ്പും, അന്റാർട്ടിക്ക ട്രിപ്പും ഒക്കെ തന്നെ ഇപ്പോഴുണ്ട്. അപ്പോൾ അത്രമാത്രം ടൂറിസം വ്യവസായം വളർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഉല്ലാസ കപ്പലിലെ ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറായാൽ മാത്രം മതി. മാത്രമല്ല, ഇതിലിപ്പോഴേ ഏറ്റവും പുതിയൊരു ട്രെൻഡ് അതുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഇതിൻ്റെ കോളേജസ് തിരഞ്ഞെടുക്കുമ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് ഇതിന് അംഗീകാരം കൊടുക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ്. അപ്പം ഇത് BHM 4 ഇയർ കോഴ്സ് യൂണിവേഴ്സിറ്റി അംഗീകാരം വേണം. നാഷണൽ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രമേ പഠിക്കാവൂ. അവിടുത്തെ സിലബസൊക്കെ നിങ്ങൾ നോക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ മറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴ് നേരത്തെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പുതിയൊരു ട്രെൻഡ് കൂടി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 4th ഇയർ 4 വർഷത്തെ കോഴ്സാണല്ലോ ഇത്. സാധാരണ ഓണേഴ്സ് കോഴ്സ് ഈ അടുത്ത കാലത്തായിട്ടാണ് BSc കോഴ്സും BCom കോഴ്സും BA കോഴ്സൊക്കെ 4 വർഷമായത്. BHM കോഴ്സ് തുടങ്ങിയ കാലത്ത് തന്നെ 4 വർഷത്തെ കോഴ്സാണ്. ഈ 4ാമത്തെ വർഷം കുട്ടികളെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. ഹോങ്കോങ്ങിൽ, ന്യൂസിലാൻഡിൽ, സിംഗപ്പൂർ, കൊലാലംപൂർ, മലേഷ്യ, ദുബായ് തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഇവർ പെയ്ഡ് ഇൻറ്റേൺഷിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. ഒരു പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി. ഈ ഇൻറ്റേൺഷിപ്പ് ഇവരുടെ പ്ലേസ്മെൻറ്റ് കുറേ കൂടി ആകർഷകമാക്കും. നല്ല പാക്കേജിൽ
ആകർഷകമായ ജോലി, ആകർഷകമായ ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പാക്കാം. ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, എസ്പെഷ്യലി ദിസ് ക്രൂസർ ഷിപ്പ് ഇൻഡസ്ട്രി. താങ്ക് യു.